അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ ആരോഗ്യം തന്നു, നീ നല്ല യുവാവായിരുന്നല്ലോ, നിന്റെ ആ യുവത്വ പ്രായം നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു? ദുർദായുസത്തിന് വേണ്ടിയാണോ നിന്റെ ആരോഗ്യത്തെ നീ നിയോഗിച്ചത്? ഞാൻ നല്ല ആരോഗ്യമുള്ളവനല്ലേ, നല്ല ചെറുപ്പക്കാരനല്ലേ, എന്നെ ഒന്ന് തൊട്ടുനോക്കട്ടെ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അഹങ്കാരത്തോടുകൂടി ഇറങ്ങി നടക്കുന്ന യുവാക്കളെ അള്ളാന്റെ സൃഷ്ടിക്ക് വേണ്ടി നിന്റെ ആരോഗ്യത്തെ ചെലവഴിക്കാൻ നീ തയ്യാറായിട്ടുണ്ടോ? അള്ളാഹു എനിക്ക് തന്ന ഈ ആരോഗ്യം ഏത് നിമിഷവും അള്ള പിൻവലിക്കാം എന്നുള്ള ആ ഒരു ഉദ്ദേശം നിനക്ക് ഇന്നുവരെ എങ്കിലും വന്നിട്ടുണ്ടോ? ഞാനാരെയും എനിക്കറിവതിച്ചിട്ടില്ല, ലില്ലാഹിക്കല്ലാതൊരു മതം എനിക്കില്ല. മഹാനായ അലി തങ്ങൾ പറഞ്ഞത്, ഞാൻ ശക്തനാണ്, ഞാൻ ധീരനാണ്, കഴിവുറ്റവരാണ്, പക്ഷേ എനിക്ക് വേണ്ടി ഇന്നേവർ ഞാൻ ആരെയും വധിച്ചിട്ടില്ല. ഞാൻ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ആരെങ്കിലും വധിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്, അള്ളാന്റെ സൃഷ്ടിക്ക് വേണ്ടി മാത്രമാണ്. പിന്നെന്തേ അലിയുതങ്ങളെ ഇവനെ കൊല്ലാതെ വിട്ടത്? അലിയുതങ്ങൾ പറയുകയാണ്, അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ കടാര ഉയർത്തി അവന്റെ നെഞ്ചിലേക്ക് കുത്തിയമർത്താൻ വേണ്ടിയിട്ട് അത് ശക്തമായിട്ട് എന്റെ ശക്തി ഉപയോഗിക്കുമ്പോൾ അവൻ എന്റെ മുഖത്തേക്ക് കാർഷിച്ചു കുത്തിയില്ലേ, അപ്പോഴേക്ക് അവനോട് പെട്ടെന്ന് നീരസം വന്നു, പെട്ടെന്ന് അവനോട് വല്ലാത്ത ദേഷ്യം വന്നു, അവൻ എന്റെ മുഖത്ത് കുത്തി. ഞാൻ അപ്പോഴെങ്ങാനും അവനെ കുത്തിയിരുന്നെങ്കിൽ അത് എന്റെ ദേഷ്യമറക്കലായി പോയേനെ, എന്റെ ദേഷ്യമറക്കലായി പോയേനെ. അല്ലാഹു കാത്തു, അൽഹംദുലില്ലാഹ്. അതാണ് അലിതങ്ങൾ പറഞ്ഞത്, ഞാൻ ആരെയും എനിക്കായി വധിച്ചിട്ടില്ല, ലില്ലാഹിക്കല്ലാതൊരു വധം എനിക്കില്ല. എന്റെ സഹോദരന്മാരെ, എന്റെ യുവാക്കളെ, എന്റെ യുവതികളെ, നമുക്കും അല്ലാഹു ആരോഗ്യം തന്നില്ലേ, നമുക്കും അല്ലാഹു ആയുസ് തന്നില്ലേ? അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലോട്, പടച്ച തമ്പുരാൻ പൊരുത്തപ്പെടുന്ന രീതിയിലോട് നാം ആരെങ്കിലും ഒന്ന് അതേ രീതിയിൽ നമ്മുടെ ആയുസിനെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ സന്താനങ്ങളെയും അള്ള തന്ന അനുഗ്രഹങ്ങളെ മൊത്തത്ത് അള്ളാന്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി വിനിയോഗിക്കാൻ ഞാനും നിങ്ങളും തയ്യാറായിട്ടുണ്ടോ? അള്ളാഹു തന്ന സമ്പത്ത് അത് നമുക്ക് കേടായി ഭരിക്കുന്നു. നാം അള്ളാഹുവിനെ അനുസരിക്കാൻ തയ്യാറല്ല എങ്കിൽ നമുക്ക് തന്ന മക്കള്, അരുമ സന്താനങ്ങളുണ്ടല്ലോ, അരുമ സന്താനങ്ങള്, അവർ നമുക്ക് കേടായി ഭരിക്കും കേട്ടോ. നമ്മൾ അവർക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്, അവർക്ക് വേണ്ടിയല്ലേ നമ്മുടെ സമയങ്ങൾ വിനിയോഗിക്കുന്നത്. നാളെ ഈ മക്കളിതാ നാം ആർക്ക് വേണ്ടിയാണോ കഷ്ടപ്പെടുന്നത്, ആ മക്കളതാ അസുരത്തിൽ നിന്നുകൊണ്ട് അവർ ആലോചിക്കുന്നത് നമ്മളെ കൊണ്ട് ശല്യമായിരിക്കുന്നു എന്നതാണ്. ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും അല്ലാഹുവിനെ വിട്ടുപോകരുത്, റസൂലിനെ വിട്ടുപോകരുത്, അല്ലാഹുവിന്റെ നിയമങ്ങളിൽ നിന്ന് നീ വിട്ടുപോകരുത്. അല്ലാഹു നിന്നോട് എന്ത് കൽപ്പിച്ചോ അത് അനുസരിക്കുക, ഹബീബ് എന്ത് പഠിപ്പിച്ചോ അത് മാത്രം നിന്റെ ജീവിതത്തിൽ പകർത്തുക. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും സഹോദരാ, വിശ്വത്തിലേക്ക് പോകുന്ന ഒരു വാക്കുപോലും നിന്നിലുണ്ടാകരുത്. ഏതുപോലെ എന്നാൽ ഒരു തീയിൽ നീ അകപ്പെടുന്നതിന് ഏത് രീതിയിൽ നീ വെറുക്കപ്പെടുന്നുവോ, തീയിലേക്ക് നിന്നെ തള്ളിയിടപ്പെടുന്നതിന് നീ ഏത് രീതിയിൽ വെറുക്കപ്പെടുന്നുവോ, അതുപോലെ കുതിരയിലേക്ക് മടങ്ങുന്നതിന്, കുതിരയിൽ പെട്ടുപോകുന്നതിന് നീ വെറുക്കണം എന്ന് ലോകത്തിന്റെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി. ചെങ്കട്ടിനൽപ്പം മുമ്പ് കൂട്ടറെടുക്കണം, മുറകളിരുത്തിക്കൊണ്ട് ടൗണിൽ കിട്ടണം, കളികണ്ട് കടയിൽ തേറ്റി മീൻ ബിരിയാണിയും കൊടുക്കുമ്പോഴാമതിന്റെ പാട്ടമ്മായിയും. ഇവനാണ് എന്റെ മകൾക്ക് പറ്റിയ മാപ്പിള,
സിനിമയ്ക്ക് കൂട്ടുവരുന്നു തിന്നാൻ ആപ്പിള. അതുകൊണ്ട് എന്റെ യുവാക്കളെ, നമ്മുടെ സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ്, വളരെ വിലപ്പെട്ടതാണ് നമ്മുടെ സമയം. മറന്നു പോകരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും പടച്ച തമ്പുരാനോട് നമ്മുടെ സമയങ്ങളെ സംബന്ധിച്ച് പടച്ച തമ്പുരാനോട് നമ്മൾ പറയണം കേട്ടോ. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ പോകുമ്പോ അതാ ഓരോരുത്തരും പടച്ചവന്റെ മുമ്പിൽ നിന്നിട്ട് മറുപടി പറയുമ്പോ, നിന്റെ ആരോഗ്യം നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു, നിന്റെ സമ്പത്ത് നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു, ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മളോട് ചോദിക്കപ്പെടുമ്പോ അല്ലാഹുവിനോട് നമുക്ക് മറുപടി പറയണം.